അതിലൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രതിപക്ഷ പാർട്ടികളിലെ ആണെങ്കിലും ഇല്ലെങ്കിൽ പാർട്ടി അനുഭാവികളല്ലാത്തവരുടെ ആണെങ്കിലും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ ഈ 2 ദിവസങ്ങളിലായിട്ട് കേൾക്കുകയാണ്. ഒരാൾക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലാതെ ഇടപെട്ടതെല്ലാം എന്തിനോ അതെല്ലാം നേടിയെടുക്കുകയും നേടിക്കൊടുക്കുക പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇടപെട്ടതിനൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പല രീതിയിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും നല്ലതിനു വേണ്ടി അദ്ദേഹത്തിന് ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. VS അങ്ങനെ എല്ലാത്തിലും കയറി ഇടപെടുന്ന ആളായിരുന്നില്ല എന്നും നമുക്കറിയാം. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഡേറ്റ ഉണ്ടാവണം, അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളിൽ നിന്നുള്ള വിവരങ്ങൾ വേണം. അദ്ദേഹം ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഇറങ്ങി എന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലായിരിക്കും ആ ഇറക്കം എന്നും നമുക്കറിയാം. ആ രീതിയിൽ ആളുകൾക്ക് മതിപ്പുണ്ടാക്കിയ, ആ രീതിയിൽ ആളുകളെ സ്വാധീനിച്ച, ആ രീതിയിൽ ആളുകളെ കൊണ്ട് സ്നേഹിപ്പിച്ച, ബഹുമാനിപ്പിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് യാത്ര പറയുന്നത്, ആ മനുഷ്യനെയാണ് യാത്രയാക്കുന്നത്. ആലപ്പുഴയുടെ മണ്ണിൽ, വിപ്ലവ മണ്ണിലേക്ക് ആ മനുഷ്യൻ പോവുകയാണ്. യാത്ര പറച്ചിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VS എത്തും. അവിടെ എല്ലാവരെയും കാണിക്കുക എന്നാണ് പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കണ്ടു മടങ്ങേണ്ട മനുഷ്യനാണ് VS എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ എല്ലാവരും കാണട്ടെ VSനെ. ഷൈജു വീണ്ടും ചേരുന്നുണ്ട്. ഷൈജു, ഇനിയിപ്പോൾ കുറച്ച് ഏതാണ്ട് ഒരു 5 മണി, ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ എല്ലാവരും ഒരുങ്ങി, മുദ്രാവാക്യം വിളികളോടെ ഒരുങ്ങി നിൽക്കുന്നു VSനെ അങ്ങോട്ട് സ്വീകരിക്കാൻ. അവിടെ എത്ര സമയം ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. കേരളം അവിടേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയത്തക്ക ആളുകൾ അവിടെയുണ്ട്. ആ രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള, അതിനപ്പുറത്തേക്ക് വളരെ സ്വാധീനിക്കപ്പെട്ടുള്ള മനുഷ്യർ, പല പാർട്ടികളിൽ നിന്നുള്ള, പല മേഖലകളിൽ നിന്നുള്ള എല്ലാ മനുഷ്യരും കൂടിച്ചേർന്ന ഒരു ചെറിയ കേരളം അവിടെ ആ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കുന്നു അല്ലേ? ധന്യ പറഞ്ഞത് അക്ഷരപ്രതി ശരിയാണ്. കാരണം കേരളത്തിന്റെ കണ്ണും കാതും ഇപ്പോൾ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് എന്ന് പറയാൻ സാധിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയം, കേരളത്തിന്റെ സാംസ്കാരികം, കേരളത്തിന്റെ സാമൂഹികം, കേരളത്തിന്റെ സർവ്വ മേഖലകളുടെയും പരിച്ഛേദം അതിപ്പോൾ ആലപ്പുഴ റിക്രിയേഷൻ ക്ലബിൽ ഒത്തുകൂടി എന്ന് നമുക്ക് പറയാൻ കഴിയും. കേരളത്തിന്റെ വിപ്ലവ നായകന്, കേരളത്തിലെ VS എന്ന 2 അക്ഷരത്തിനെ യാത്രയാക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആപാലവൃദ്ധം ജനങ്ങൾ. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ആ വാഹനമൊന്ന് അകത്തേക്ക് കടത്തിവിടാൻ, ഈ ഗ്രൗണ്ടിനകത്ത് ആളൊഴിഞ്ഞ സ്ഥലത്തുകൂടി അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പോലും ഈ റോഡിന്റെ 2 സൈഡുകളിലും നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൊണ്ട് തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം ഈ KSRTC അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുവരുന്ന ആ പുഷ്പാലങ്കൃതമായ വാഹനം അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം അദ്ദേഹത്തെ ഈ മറ്റൊരു വഴിയിലൂടെയാണ്, നേരത്തെ തന്നെ തീരുമാനിച്ചനുസരിച്ച് മറ്റൊരു വഴിയിലൂടെയാണ് അദ്ദേഹത്തെ ഭൗതികദേഹം അകത്തേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി കാത്തു നിൽക്കാൻ, അതിനെ സ്വീകരിക്കാൻ അവിടേക്ക് സജീച്ചെറിയാനും BP ചിത്തരഞ്ജനും നീങ്ങിയപ്പോൾ തന്നെ പ്രവർത്തകർ കണ്ഠമിടറി മുദ്രാവാക്യം പുഷ്ടി ചുരുട്ടി അവരുടെ പരമാവധി ഉച്ചത്തിൽ വിളിക്കുകയാണ്. VS മരിച്ചെന്ന് പറയാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന തരത്തിൽ അവർ മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളിയാണ് ഇപ്പോൾ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ പന്തലിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ ഒരു കാഴ്ചയാണ്. കാരണം റെഡ് വോളണ്ടിയർമാർ എല്ലാവിധ ക്രമീകരണങ്ങളുമായി അവർ നിന്ന് കാര്യങ്ങൾ നടത്തുമ്പോൾ അവർക്ക് പിറകിലായി ആയിരക്കണക്കിന് പ്രവർത്തകർ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഇല്ല മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യവുമായി അവർ VS അച്യുതാനന്ദൻ എന്ന കേരളത്തിലെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അവസാനമായി സ്വീകരിക്കാൻ, അവസാനമായി ഒന്ന് കണ്ട് വീരോചിതമായ യാത്രയപ്പ് നൽകാൻ ആലപ്പുഴയെ രൂപപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ഭാഷയും, അദ്ദേഹത്തിന്റെ ശരീരഭാഷയും, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ശൈലിയെയും രൂപപ്പെടുത്തിയ മണ്ണ് ആലപ്പുഴ എന്ന വിപ്ലവ മണ്ണും, പുന്നപ്ര വയലാറ് എന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന 102-ാം വയസ്സുവരെ ഒരു പുരുഷായുസ്, ഒരു മനുഷ്യായുസ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യനെ കേരളത്തിലെ ഏതു സമരമേഖലകളിൽ, കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ VS എന്ന് കേട്ടാൽ അത് തീരുമാനമാകാൻ പോകുന്ന സമരം,
അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന സമരമായി വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലേക്ക് VS-ന്റെ സാന്നിധ്യത്തെ പോലും വളർത്തിയെടുത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മൃതദേഹം അവസാനമായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിനകത്തേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വീകരിച്ച് ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ വാഹനം അകത്തേക്ക് കയറുന്നതിനുള്ളൊരു താമസം നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. ആ വാതിലിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാർ VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം സ്വീകരിക്കാൻ പോകുമ്പോൾ അതിന് പോലും കഴിയാത്ത വിധത്തിലേക്ക് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി സ്വീകരിക്കാൻ നിൽക്കുന്നു. ഇവിടെ വലിയ നീണ്ട നേരത്തിൽ നമുക്ക് പോലെ കേരളത്തിന്റെ രാഷ്ട്രീയം ഒന്നടങ്കം ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണി നേതാക്കന്മാരുടെ ഘടകകക്ഷി നേതാക്കന്മാരുടെ വലിയ സാന്നിധ്യം, കേരളത്തിന്റെ ഭരണകൂടം ഒന്നടങ്കം ഇവിടെയുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെയും ഇവിടെയുണ്ട്. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ എല്ലാ നേതാക്കന്മാരുടെയും നിറസാന്നിധ്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ അർത്ഥത്തിൽ റിക്രിയേഷൻ ഗ്രൗണ്ട് എന്നത് VS അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിന് അർപ്പിച്ച യാത്രയയപ്പ് നൽകാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും അവസാനമായി ഒന്ന് കണ്ടുമടങ്ങാൻ, എല്ലാവർക്കും കാണാൻ അവസരമൊരുക്കിയിരിക്കുന്ന വിശാലമായ പന്തലിലേക്ക്, സാധാരണ ഇത്തരം പന്തലിലേക്ക് അദ്ദേഹം വരുമ്പോഴുണ്ടാകുന്ന ആവേശം, അദ്ദേഹം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പൊതുപരിപാടികളിലായി വരുമ്പോൾ കാണുന്ന ആവേശത്തിന്റെ അപ്പുറത്തേക്ക് സങ്കടക്കടൽ ഒഴുക്കിക്കൊണ്ട് പ്രവർത്തകർ കാത്തു നിൽക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൽ ഈ അടുത്ത് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മരണശേഷം കണ്ട വലിയ ഒരു യാത്രയയപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര വലിയ ഒരു യാത്രയയപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് ആലപ്പുഴ എന്ന് പറയുന്ന ഈ തീരദേശ മണ്ണിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം, കേരളത്തിന്റെ സാംസ്കാരികം എല്ലാം ഒഴുകിയെത്തി, എല്ലാം കണ്ണും കാതും ആലപ്പുഴയിലാണ്. VS എന്ന രണ്ടക്ഷരത്തെ യാത്രയാക്കാൻ, അദ്ദേഹം അർഹിക്കുന്ന വീരോചിതമായ യാത്രയയപ്പ് നൽകാൻ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴയിൽ അദ്ദേഹം അവസാനമായി എത്തിയത്. പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണത്തിന് അദ്ദേഹം എത്തി വീട്ടിൽ കയറി മടങ്ങിയതിനു ശേഷം അദ്ദേഹം 5 വർഷത്തിന് ശേഷം ആദ്യമായാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുന്നത്. ആലപ്പുഴയിലെ കൃഷ്ണപിള്ള സ്മാരകമെന്ന CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തുന്നത്. ആലപ്പുഴ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിലേക്ക് അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് മുന്നിൽ നിന്ന് നയിച്ച സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരോടൊപ്പം അന്ത്യവിശ്രമം കൊള്ളാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹത്തെ വലിയ ചുടുകാടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ PV തോമസും സുഗതനും CK ചന്ദ്രപ്പനും KR ഗൗരിയമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ ഇടയിലേക്ക്, അവർക്കരികിലേക്ക് അദ്ദേഹം കൂടെ ചേരുകയാണ്. അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. അല്പസമയത്തിനകം VS അച്യുതാനന്ദന്റെ ചേതനയറ്റ ശരീരം ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിനകത്തേക്ക് എത്തിച്ചേരും. ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിന് അവസാനമായ യാത്രയയപ്പ് നൽകാൻ മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായ മുഴുവൻ ആളുകളും, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, മതമേലധ്യക്ഷന്മാർ, സാധാരണക്കാർ എല്ലാവരും അദ്ദേഹത്തെയും കാത്ത് അക്ഷമരായി ഇവിടെയുണ്ട്. മുദ്രാവാക്യം വിളികളുമായി കണ്ടവിടറി പ്രവർത്തകർ ആ കണ്ണീരാവേശം അവർ അലയൊലിയായി കുഴക്കിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് VS എന്ന മഹാസമുദ്രത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VS എത്തിയിരിക്കുന്നു. അവിടെ കാത്തു നിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് അല്പസമയത്തിനകം തന്നെ VS-നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്ര സമയമെന്ന് നമുക്ക് പറയാനാകില്ല. കാരണം മുഴുവൻ ആളുകളും കാണേണ്ടതുണ്ട്, മുഴുവൻ ആളുകളും അന്ത്യാഞ്ജലി അർപ്പിക്കേണ്ടതുണ്ട്, അന്ത്യാഭിവാദ്യം അർപ്പിക്കേണ്ടതുണ്ട്. അപ്പം അത് എത്ര സമയമായിരിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല. സംസ്കാരത്തിന് നേരത്തെ തീരുമാനിച്ചിരുന്ന സമയമൊക്കെ പിന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. അവിടെ വലിയ വലിയ ജനസഞ്ചയം, അത്രയധികം ആളുകൾ മുദ്രാവാക്യം വിളികളോടെ കാത്തു നിൽക്കുന്നു. അതല്ലാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്നു. അത് പാർട്ടിക്കപ്പുറത്തേക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിന് എന്തായിരുന്നു VS എന്നുള്ളത് കൂടി കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ഒഴുകിയെത്തുകയാണ്
ജനങ്ങൾ ഇപ്പോഴും തൊണ്ട പൊട്ടിയുള്ള മുദ്രാവാക്യം വിളികൾ നമുക്ക് കേൾക്കാം. നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു 2 ദിവസമായിട്ട്. വി എസിന് വേണ്ടി ഉയരുന്ന ശബ്ദം, വി എസിന് വേണ്ടി ഉയർത്തുന്ന മുഷ്ടി, വി എസിന് വേണ്ടി തൊണ്ട പൊട്ടുമാർ ഉയരുന്ന മുദ്രാവാക്യം വിളികൾ. അത് വി എസിന് നൽകുന്ന യാത്രയെ ഇപ്പോൾ വി എസ് എത്രത്തോളം അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്, മനുഷ്യരുടെ ഇടയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ളത് തെളിയിക്കുന്ന, അല്ലെങ്കിൽ എന്നൊക്കെ കൂടി സൂചിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ സ്വാഭാവികമായിട്ടും വി എസിന് വേണ്ടി എത്രത്തോളം ഉണ്ടാകും വി എസിന് വേണ്ടി വിലപിക്കുന്ന, അല്ലെങ്കിൽ വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന മനുഷ്യരെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും സകലമാന ആളുകൾ, നേരത്തെ പറഞ്ഞതുപോലെ കാടും മലയും പുഴയും എല്ലാം താണ്ടി പലതരം ആളുകളാണ്. പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തിന് വേണ്ടി എങ്ങനെ വി എസ് നിന്നിരുന്നുവോ ആ സ്നേഹം തിരിച്ചു നൽകാൻ വേണ്ടി, അവർക്ക് വേണ്ടിയുള്ള അവകാശത്തിന് വി എസ് എത്രത്തോളം പോരാടിയിരുന്നു, ആ പോരാട്ടത്തിൻ്റെ നന്ദി അറിയിക്കാൻ വേണ്ടി, ആ സ്നേഹം അറിയിക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്ന മനുഷ്യരാണ്. അത് ഏറ്റവും അധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തൊഴിലാളി വർഗ മനുഷ്യരെയാണ്. ഒട്ടം തൊഴിലാളികൾ ആ മലയിറങ്ങി വരുന്നത് നമ്മൾ കണ്ടു. വെള്ളമില്ലാതെ ജീവിച്ച മനുഷ്യർക്ക് വെള്ളം കൊടുത്ത മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മനുഷ്യർ പല സ്ഥലങ്ങളിൽ നിന്നായി പാവപ്പെട്ട മനുഷ്യരെത്തുന്നത് നമ്മൾ കണ്ടു. അതല്ലാതെ എന്തിനൊക്കെ വേണ്ടി മല സംരക്ഷിക്കാനും എല്ലാ രീതിയിലും വി എസ് എവിടെയൊക്കെ നിന്നുവോ അവിടെ നിന്നൊക്കെ മനുഷ്യർ ഇറങ്ങി വന്ന് വി എസിനെ കാണാൻ ഒരു സെക്കൻഡ് കാണാൻ വേണ്ടി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ വഴിയിലെല്ലാം നമ്മൾ കണ്ടതാണ്. വി എസിനായി അർപ്പിച്ച പൂക്കളിലെല്ലാം ആ സ്നേഹമുണ്ട്. അത്രയധികം എത്രത്തോളം ഒരു മനുഷ്യര് മറ്റു മനുഷ്യരിലേക്ക് എത്താൻ സാധിക്കുമോ, ആഴ്ന്നിറങ്ങാൻ സാധിക്കുമോ, അത്രയും ആഴത്തിലിറങ്ങി ചെന്നൊരു മനുഷ്യനായി വി എസ് യാത്ര പറയുകയാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു വാഹനം. അവിടെ നിന്ന് വി എസിനെ ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിനുള്ളിലേക്ക് കൊണ്ടുവരും. അവിടെ എല്ലാവരും കണ്ടതിന് ശേഷമായിരിക്കും വലിയ ചുടുകാട്ടിലേക്ക് അന്ത്യയാത്രയ്ക്കുള്ള വി എസിൻ്റെ പോക്ക്. അവിടെ സമരനായകർക്കൊപ്പം വി എസിന് വിട പറയും. അതിൻ്റെ സമയത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് എത്ര പേർക്ക് കാണാൻ സാധിക്കുമോ അത്രയും അധികം ആളുകളെ കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ ഇങ്ങനെ നിന്നുകൊണ്ട് മാത്രമായിരിക്കും, അടുത്തേക്ക് പോയി കാണാനുള്ളൊരു അവസരമൊന്നും ഒരുപക്ഷെ ഉണ്ടാകില്ലായിരിക്കും. അത് ആവശ്യപ്പെടുമായിരിക്കും മനുഷ്യർ. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കാതെ ഓടിയെത്തിയ ആളുകളാണ്. ഡി സിയിൽ നമ്മൾ കണ്ടതാണ്. ഡി സിയിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സൗകര്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് സമയം 5 മണിക്ക് അവിടെ നിന്ന് എടുക്കാമെന്ന രണ്ടാമത്തെ തീരുമാനത്തിലാണ് അവിടുന്ന് 5 മണിയായപ്പോൾ ഇറങ്ങിയത്. അതുകൊണ്ടാണ് 6 മണിക്കെങ്കിലും ഇവിടെ 1 മണിക്കൂർ എടുത്തു. 3 കിലോമീറ്റർ സഞ്ചരിക്കാൻ 1 മണിക്കൂർ എടുത്തു. ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ വി എസിനെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ കണ്ടു. ഓരോ പോയിന്റുകളിൽ നിന്നും ഇന്നലെയും കണ്ടു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിന് മുന്നിൽ അവിടെ വി എസിനെ ഇറക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിനോട് അടുപ്പിച്ച് അദ്ദേഹത്തെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിനകത്തേക്ക് വി എസിനെ കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ഓരോരുത്തരായി കാണുകയാണോ, എങ്ങനെയാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് ആ കാഴ്ചകളിലേക്കും വിവരങ്ങളിലേക്കും തിരിച്ചെത്താം. പ്രധാന വാർത്തകൾ.